എടുത്തോട്ടോ. ഒരു മഴക്കാല നൊസ്റ്റാൾജിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ പരിപാടി, അതായത് പുതിയ തലമുറയ്ക്ക് തീരെ പരിചയമില്ലാത്ത, എന്നാലും ഞങ്ങളെപ്പോലുള്ള പഴയ തലമുറയ്ക്ക് വളരെ രസകരമായി തോന്നുന്ന ഒരു കാര്യം നമുക്കൊന്ന് ചെയ്യാം. അത് പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ രാത്രി അത്താഴ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. മഴക്കാലത്താണ്. അപ്പോൾ ഇന്ന് ഇവരൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ലിയോ തുടങ്ങാം. ഓക്കെ, സാധനമൊക്കെ പറക്കൊണ്ട് വരാം. വാ. എന്തോന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. വാ 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 വാ. അതൊന്നുമല്ല. നമുക്ക് ചുടുകെട്ട ഇഷ്ടിക കെട്ട 3-4 ഇഷ്ടിക കെട്ട എടുക്കാം. ഇഷ്ടിക കെട്ട ഓക്കെ. ഓക്കെ 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 ഇത് വെച്ചു. ഇനി അടുത്ത സാധനം എടുത്തോണ്ട് വരാം. നമുക്ക് ഈ ഡിഷ് എടുക്കാം. ഈ ഡിഷ് പണ്ട് പഴയ പാത്രങ്ങൾ, ഏതെങ്കിലും പഴയ ചട്ടികളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഒരു ഉപയോഗത്തിനും കൊള്ളുകയില്ല. ഇതാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. ഓക്കെ, അതായി. ഇനി നമുക്ക് കുറച്ച് വിറക് കൊണ്ടുവരാം. വരും എന്തുണ്ട്? ഇവിടെ കൊണ്ടിടേ. നമുക്ക് ഇവിടെ ചെയ്ത് തുടങ്ങണം. ഇവിടെ മതി. അപ്പൊ ഇതുവരെ എന്താ പരിപാടി എന്ന് പറഞ്ഞില്ല. പിന്നെ അച്ഛൻ അവിടെ കൂടയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തോണ്ട് വരും. അടുക്കളയിൽ കൂടയിൽ സാധനം എടുക്കൊണ്ട് എടുത്തോണ്ടോ. ഓടിപ്പോയി എടുത്തോണ്ട്. ഇങ്ങനെ പറഞ്ഞ എടുത്തോണ്ട് വരുന്നേ. ഇത് ചൂടായി. ഇത് ഇതിനകത്ത് ചക്കക്കുരു ഒക്കെ കിടക്കുന്നല്ലേ. ഇതെന്തോ നോക്കണേ. എന്താ
ഓക്കെ. മതി. ഇനി അല്ലെങ്കിൽ കരിഞ്ഞു. ഇനി മാറ്റട്ടെ. ഓക്കേ. ഇനി നമുക്ക് ഇതിൻ്റെ പരിപ്പെടുക്കാം. ഇതാ പരിപ്പ്. ഒരല്പം മൂപ്പ് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഇത്തിരി മൂത്തു അല്ലേ? മെനക്കെട്ട പണിയൊക്കെ തന്നെ. ഇത് ഫാസ്റ്റ് ഫുഡല്ല, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഫുഡ്. തിരിച്ചു വന്ന് ഒടിഞ്ഞു പോയി, കരിഞ്ഞു പോയത്. ചിലത് കരിഞ്ഞു. അതാ അങ്ങനെ തീ ഞാൻ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഓ, അയ്യോ പൊടിഞ്ഞു പോയി. അത് സാരമല്ല, പൊടിയിൽ നിന്നും കുഴപ്പമില്ല. ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് അല്ലാത്തത് കൊണ്ട് ഒരെണ്ണം പൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട. കൊല്ലം എന്ന് പറയുന്നത് കശുവണ്ടിയുടെ നാടാണ്. അപ്പോൾ കശുവണ്ടിയായിട്ട് ബന്ധപ്പെട്ട സകല പരിപാടിയും ഞങ്ങൾക്കറിയാം. അതായത് പിന്നെ പച്ചണ്ടി എന്ന് പറയും, ശരിക്കും കൊണ്ട് പാകമാകാത്ത ഈ കശുവണ്ടി. അപ്പോൾ അതിനാദ്യത്തെ പരിപാടി മൂക്കൂത്തൽ. മൂക്കൂത്തൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ മുനയിട്ടിട്ട് അതിൻ്റെ പരിപ്പെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ മുതൽ ഈ ചുട്ട് തിന്നുന്ന പരിപാടി വരെ ഇതൊക്കെ ഞങ്ങളുടെ എന്താ പറയുന്നത്, നൊസ്റ്റാൾജിയയിൽ പെടുന്ന കാര്യങ്ങളാണ്. മൂക്കൂത്തൽ എന്ന് പറയും, മൂക്കൂത്തൽ, കശുവണ്ടിയുടെ മൂക്കൂത്തൽ. അത് വേറൊരു മെത്തേഡാണ്. ഇച്ചിരി മൂത്തു അടിപൊളി. കൈ കണ്ടോ? തരാം തരാം, ടേസ്റ്റ് നോക്കാൻ തരാം. കൊള്ളാമെങ്കിൽ പറയണം കേട്ടോ. കൊടുക്കരുത്. രുചി ഉണ്ടോ നോക്ക്, കൊള്ളാമോന്ന്. ആ രുചിയോടെ തിന്നുന്നത്. രുചി ഉണ്ടെങ്കിൽ ഇനിയും വരും. വേണ്ട, രുചി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രുചി ഉണ്ടെങ്കിൽ പിന്നെ വരും. അവിടെ ഇരുന്നാ മതി. എന്താണ് ഇനിയിപ്പോ തോട്ട് തുടങ്ങേ? ഇനി എന്നെ തോണ്ടാൻ തുടങ്ങും. ഇനി വേണ കുഞ്ഞിന് തരത്തില്ല, ഞാൻ എല്ലാം തിന്നും. ഓക്കെ, ഇത്രയും പരിപ്പ് കിട്ടി. പിന്നെ ഇത് ഒരു ചെറിയ പ്രശ്നം പറ്റി. ഒരു മൂപ്പ് അല്പം കൂടിപ്പോയി. പരിചയക്കുറവാണ്, ഒരുപാട് കാലമായി ചെയ്തിട്ട്, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പിനേക്കാൾ രുചിയായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പരിപ്പിനാണ് എന്ന് തോന്നുന്നു അല്ലേ? ടേസ്റ്റിന് അതിനല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ബിരിയാണിക്കും മറ്റുമൊക്കെ ചേർക്കാൻ വേണ്ടി വാങ്ങുന്ന പരിപ്പും ഈ പരിപ്പും തമ്മിൽ ഒരു വ്യത്യാസം അതല്ലേ? പരിപ്പിൻ്റെ രുചി ഇതല്ലേ? പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇത് പ്ലേറ്റിൽ വന്നത്, അല്ലെങ്കിൽ സെൽഫ് സർവീസാണ്. ഓരോരുത്തർ അപ്പന ആ രീതിയിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് ചായയൊക്കെ ഇട്ട് കഴിക്കാം. എന്താ? ഓക്കെ. അതുപോലെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലുള്ള നട്ട്സ് ഇവർക്ക് കൊടുക്കാൻ പാടില്ല.
പിന്നെ ഇവരെ ആരോഗ്യത്തെ ബാധിക്കും. പിന്നെ രണ്ടുപേരും കൂടെ കണ്ടോ ഒലിപ്പിച്ചോണ്ടിരിക്കുന്നത് വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാണ്. ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ഒരു അര നട്ട്സ് വീതം രണ്ടുപേർക്കും കൊടുക്കാം, കൊതി പെടാതിരിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ദഹനക്കേടുണ്ടാവും. ലേഖയ്ക്ക് താല്പര്യമില്ല, ലിയയ്ക്ക് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ കൊതി വെട്ടിട്ട് നമുക്ക് ദഹനക്കേടുണ്ടാവും പിള്ളേർക്കുള്ള. ആ ഓക്കെ. ലിയ വീട്ടിന് വേണോ മോനെ വേണോ? മോന് വേണോ? എനിക്ക് വയ്യ തിന്നട്ടെ. ഇനിയും വേണോ? ഒത്തിരി തിന്നൂടി. മതി 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 മതി, അത്രയും തിന്നാ മതി. ഇത് പരിപ്പാ, തിന്നൂടെ മക്കൾക്ക് കേട്ടാ. എന്നാ എടുത്തോ, കൊണ്ട് പോയിക്കോ. മതി മതി, കൊടുത്തത് മതി. ആ ഓക്കെ ഓക്കെ, മതി മതി. ഒലിപ്പിക്കുന്നത് ഇനി അവന്റെ മുമ്പ് വെച്ച് തിന്നണ്ട, വേണ്ട, അവന്റെ മുമ്പ് വെച്ച് തിന്നണ്ട. ആ അവൻ ചിരിക്കല്ല എന്താണെങ്കിലും ചെയ്യും. ആ വേണ്ട മക്കളെ, തിന്നണ്ട കേട്ടാ. ബിസ്ക്കറ്റ് തരാം. ശരി, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.